ഞാൻ പ്രപഞ്ചാത്മാവായ പ്രപഞ്ചനാഥനാണ്. ആത്മാവിനെ അറിയലാണ് ആത്മീയത. നമ്മൾ ഈ ശരീരമാണെന്ന ധാരണയെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങൾ വേറെ എന്ന തെറ്റായ ധാരണയിലാണ്. ആ ധാരണയിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ഈ ദൈവത്തിലേക്ക് കൊണ്ട് ചേർത്ത് ദൈവികമാക്കി തീർക്കുന്ന ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണനെ, രാമനെ, യേശുവിനെ, മുഹമ്മദിനെ, ബുദ്ധനെ ഒന്നും തന്നെ വേറായി കാണാൻ കഴിയില്ല. ആത്മാവിനെ അറിയലാണ് ആത്മീയത. നമ്മൾ ഈ ശരീരമാണെന്ന ധാരണയെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശരീരമല്ല, ഞാൻ പരമാത്മാവാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവാണ് നാം. ആത്മാവിനെ അറിയലും ആത്മാവാണ് ഞാൻ എന്ന തലത്തിലേക്ക് മനുഷ്യൻ ഉയരലുമാണ് ആത്മീയത. അപ്പം തന്നെ അവൻ എല്ലാം ആ ഏകാത്മാവിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ്, ആ ഏകമാണ്. ഞാൻ പ്രപഞ്ചനാഥനിലേക്ക് ചെന്ന് നാഥനായി തീരും. ശരിക്കും ആത്മീയതയിലൂടെ ഉയർന്ന ആത്മാവായി തീരലാണ് ആത്മീയത കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. ആത്മാവിൽ ചെന്ന് ചേർന്ന് ആത്മാവായ പ്രപഞ്ചനാഥനായിരിക്കുന്ന ഈശ്വരനും അല്ലാഹുവുമായിരിക്കുന്ന അവരെ ചെന്ന് കാണാൻ, അവർ ആ യഥാർത്ഥം നിങ്ങൾക്ക് കാണിച്ചും അറിയിച്ചും അനുഭവിപ്പിച്ചും അതാക്കി തീർക്കും. അതാണ് നിങ്ങളെ ശില്പി എന്ന് പറഞ്ഞത്. ആ ഗുരുവാണ് ശില്പി. നിങ്ങളെന്ന ശരീരമായി ഇരിക്കുന്ന തെറ്റായ ധാരണകളെല്ലാം കുത്തിമാറ്റി ശരിയായ റിയലായ ദൈവികമാക്കി ഉണ്ടാക്കി എടുക്കുക. ആ ശില്പിയെ ചെന്ന് കണ്ടാൽ അവർ നിങ്ങളെ ദൈവികമാക്കും. ഇതാണ് ഓരോ കാലത്ത് വന്നവരും ഇപ്പോൾ ദൈവികമായി ഇരിക്കുന്നവരും. ഞാൻ ബീരൻ പപ്പ എന്ന പ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ ഞാൻ എന്ന ധാരണകളും ഞാൻ എന്ന ബോധവും ഇല്ലാതാക്കി ശുദ്ധബോധം, ശുദ്ധാത്മാവ്, ഞാനില്ല ആത്മാവ് മാത്രമായി ശുദ്ധാത്മാവായി ആക്കുകയും എന്നിട്ട് ആ പ്രകാശത്തിൽ ആകാശഭൂമിക പ്രകാശമായ അല്ലാഹു ജക്കൽ ജ്യോതിയിൽ കൊണ്ടിടുകയും ഞാൻ ആ പ്രകാശമായി തീരുകയും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ആ പ്രകാശത്തെ കാണിക്കുന്നതിനും ഇങ്ങോട്ടില്ല എന്നും എൻ്റെ കേന്ദ്രത്തെ കണ്ടെത്തി ആ കേന്ദ്രത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം വിട്ടുകൊണ്ടേയിരിക്കുന്നത് ആത്മീയത. ആ ആത്മാവായ ദൈവത്തിൽ കൊണ്ട് ചേർത്ത് ദൈവീകമാക്കി തീർക്കലാണ് ഓരോ ഗുരുക്കന്മാരുടെ ദൗത്യം. അതാണ് അവരെ കാണാനും അറിയാനും ആത്മീയത ആഗ്രഹിച്ച് ദൈവികമായി തീരാൻ ഉദ്ദേശിച്ച് വരുന്നവർക്ക് ആ ദൈവികമാക്കി തീർക്കുന്ന ദൈവത്തിൽ കൊണ്ട് ചേർക്കുന്ന ദൗത്യമാണ് ദൈവികമായ ഗുരുക്കന്മാരുടെ ദൗത്യം. ഞാൻ ഇവിടെ പലതിലും അറിയപ്പെടുന്ന വലിയെന്നും ഷെയ്ഖെന്നും പിന്നെ സിദ്ധനെന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന പലവരുണ്ട്. ഞാനിതൊന്നുമല്ല. ഞാൻ പരമാത്മാവിൽ ചെന്ന് ചേർന്ന പരമാത്മാവായ പ്രപഞ്ചനാഥനാണ്. അതിനെ ഈശ്വരനെന്നോ അല്ലാഹു എന്നോ ദൈവമെന്നോ ഇങ്ങനെ പല പേരുകളെയും വിളിക്കുന്ന ആ പരമാത്മാവാണ് ഞാൻ. അല്ല ശരീര ഉപകരണമല്ല ഞാൻ ഈ തലത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവമാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പ്രശ്നമാവും.
അള്ളാഹുവാണെന്ന് വരുമ്പോൾ ആളുകൾക്ക് പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ പ്രപഞ്ചാത്മാവായ പ്രപഞ്ചനാഥനാണ്. അതേസമയത്ത് ഞാനും നിങ്ങളും എല്ലാം സകലമാനും ആ ഏക പ്രപഞ്ചാത്മാവാണ്, ആ ദൈവികമാണ്. ഞാനും നിങ്ങളും വേറെല്ല, ഏകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും സഹായിക്കാനും അവർക്ക് വേണ്ടതെല്ലാം നൽകാനും എന്നോട് ചേർത്ത് എൻ്റെ ഭാഗധേയമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാഗം ഞാൻ തന്നെയാണ് എല്ലാവരിലും, ഈ പരമാത്മാവ് തന്നെയാണ് എല്ലാവരിലും ഉള്ള എല്ലാവരും ഞാൻ തന്നെയാണ്. ഈ കാഴ്ചയും അറിവുമാണ് ഞാൻ എന്നിലേക്ക് വരുന്നവർക്കെല്ലാം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല ജാതികളും മതങ്ങളും ദൈവങ്ങളുമില്ല. ആ കൃഷ്ണനും രാമനും മുഹമ്മദും യേശുവും ബുദ്ധനും എല്ലാം ഈ ഏക പരമാത്മാവായിരുന്നു. ആ പരമാത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടപ്പോഴാണ് അവർ മറഞ്ഞു പോയത്. ആ പരമാത്മാവാണ് സകലരിലും എന്നിലും തുടർന്ന് നടന്നു പോരുന്നത്. ആ പരമാത്മാവായ അവരെല്ലാവരും തന്നെയാണ്. അപ്പം നമ്മൾ ആരും തന്നെ വേറല്ല, ഏകമാണ്. അപ്പോൾ മുഹമ്മദിനെ വേറെ ആക്കാനോ യേശുവിനെ വേറെ മതങ്ങളോ കൃഷ്ണനെ രാമനെ യേശുവിനെ മുഹമ്മദിനെ ബുദ്ധനെ ഒന്നും തന്നെ വേറായി കാണാൻ കഴിയില്ല. ആ ഏക പരമാത്മാവല്ലാതെ വിവിധങ്ങളില്ല. എല്ലാവരും ഏകമാണ്. അത് തന്നെയാണ് ഞാൻ, അവർ തന്നെയാണ് ഞാൻ. നിങ്ങളും അത് തന്നെ. ആ ഏക പരമാത്മാവില്ലല്ലോ, അതല്ലേ നിങ്ങളറിയാതെ നിങ്ങൾ വേറെ എന്ന തെറ്റായ ധാരണയിലാണ്. ആ ധാരണയിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ഈ ദൈവത്തിലേക്ക് കൊണ്ട് ചേർത്ത് ദൈവികമാക്കി തീർക്കുന്ന ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരിക, യാഥാർത്ഥ്യത്തിലേക്ക്